ശ്രീമതി സാവിത്രി അരവിന്ദ് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കലാമണ്ഡലത്തിൽ തന്നെ പഠനം തുടർന്നു. തിരുവനന്തപുരത്തിന് പുത്രവധുവായി എത്തിയ ശ്രീമതി സാവിത്രി ഇവിടെ ഒരു നൃത്തവിദ്യാലയം തുടങ്ങുകയും ഇതിനോടകം അനേകം ശിഷ്യരെ നേടുകയും ചെയ്തു. തൻ്റെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി കലാമണ്ഡലം സാവിത്രി അരവിന്ദിനെ ക്ഷണിച്ചു. പ്രിയമുള്ളവർ, അമൃതവർഷിണി നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടക്കുന്ന ഈ വേളയിൽ ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ശ്രീമതി രാഗി രവികുമാറിനെ അമൃതവർഷിണി നൃത്ത വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി രക്ഷാകർത്തൃ പ്രതിനിധിയായ ശ്രീ വി ശങ്കരനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി അമൃതവർഷിണി നൃത്ത വിദ്യാലയത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണമായ എൻ്റെ പ്രിയ ശിഷ്യർക്കും അവരുടെ രക്ഷിതാക്കൾക്കും എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേക്കായിട്ട് ശ്രീമതി അഡ്വക്കേറ്റ് രാഗി രവികുമാർ. പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകയും അതോടൊപ്പം അതിൻ്റെ സ്ഥാപക ടീച്ചറുമായ നമ്മുടെ കലാമണ്ഡലം സാവിത്രി ടീച്ചർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിയായ ശ്രീ വി ശങ്കർ, മറ്റ് സദസ്സിലുള്ള പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, മറ്റ് പ്രിയമുള്ളവരെ, അമൃതവർഷിണി നൃത്ത വിദ്യാലയത്തിൻ്റെ ഒരു അരങ്ങേറ്റമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടീച്ചർ സാവിത്രി ടീച്ചറിൻ്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ നന്നായി കഴിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ നൃത്ത വിദ്യാലയം ഇന്ന് ഇത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇന്ന് അരങ്ങേറ്റുവാൻ സാധിച്ചത്. കാരണം എൻ്റെ മകളും ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അത് അമൃതവർഷിണിയിൽ അല്ലെങ്കിൽ പോലും വഴുതക്കാട് ഒരിടത്ത് ടീച്ചർ വന്ന വളരെ മനോഹരമായി, വളരെ അർപ്പണബോധത്തോടുകൂടി തൻ്റെ ഒരു കലയോട്, അതായത് ഈ കാലഘട്ടങ്ങളിൽ കല ഒരു ഉപജീവന മാർഗമായി മാത്രം കാണാതെ കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളിൽ അന്തർലീനമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും അവരെ വളരെ ആത്മാർത്ഥതയോടുകൂടി, എനിക്ക് ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, വളരെ ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളെ പറഞ്ഞ് അവരുടെ കഴിവുകൾ വളർത്തുവാനും അവരെ നന്നായി ഏത് കാര്യമാണോ ചെയ്യുന്നത്, ഏത് നൃത്തമാണോ അവർ ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, അതിൻ്റെ പൂർണ്ണമായ എല്ലാ മേഖലയിലേക്കും കുഞ്ഞുങ്ങളുടെ ഭാവം പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അർപ്പണ ബോധത്തോടുള്ളൊരു പ്രവർത്തനമാണ് ടീച്ചർ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് നൃത്ത വിദ്യാലയങ്ങളുണ്ട്. ഒരു വലിയ ഒരു മാർക്കറ്റായി, ഒരു വ്യവസായം പോലെയാണ് നൃത്ത വിദ്യാലയങ്ങൾ വളർന്നു വരുന്നത്. ഒരുപക്ഷെ ഒരു ചെറിയ ഒരു ഐറ്റത്തിന് പോലും വലിയ തുകകൾ ഈടാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു, നേരത്തെ ഞാൻ പറഞ്ഞു, ഉപജീവന മാർഗം മാത്രമല്ല, കല കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല, കലാപരമായ കഴിവുകൾ. ഞാൻ എൻ്റെ മകളോടും പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം പറയുവാനുള്ളത്, എല്ലാവർക്കും നൃത്തം ചെയ്യുവാനും പാട്ട് പാടുവാനും പടം വരയ്ക്കുവാനും എന്നുള്ള കഴിവുകൾ ലഭിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ നമ്മുടെ വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ അർപ്പണബോധത്തോടെ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടണം എന്നുള്ള ഒരു
സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, അതിനോടൊരു പ്രത്യേക പാഷൻ, ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മേഖലയിലും നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റൂ. അപ്പം അത്തരത്തിൽ ഒരു പാഷനോടുകൂടി പ്രവർത്തിക്കുന്ന നൃത്തവിദ്യാലയങ്ങൾ, അതല്ലെങ്കിൽ ഇത് ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് വെറും സാമ്പത്തികം മാത്രം നോക്കാതെ പ്രവർത്തിക്കുന്ന നൃത്തവിദ്യാലയങ്ങൾ കുറവാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ തന്നെ ഇത് ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിൽ അവാർഡ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രൈസ് ലഭിക്കുവാനായി പലപ്പോഴും കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകരാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ കലാ മത്സരങ്ങളിലും അതോടൊപ്പം തന്നെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ കണ്ടിട്ടുള്ളത്. അത് മത്സരം ഒരു കുഞ്ഞിൻ്റെ കഴിവ് ഏത് തരത്തിലാണ് എന്നുള്ളത് മറന്നുപോയിക്കൊണ്ട് ഞങ്ങൾക്കൊരു പ്രൈസ് മാത്രമാണ് ലക്ഷ്യമെന്നുള്ളൊരു ഭാവത്തോടു കൂടി, അതല്ലെങ്കിൽ അതൊരു അത്തരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിന് മാത്രമായി ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം അത്തരം ഒരു പ്രശ്നങ്ങൾ അധ്യാപകർ ഉൾപ്പെടെ പലപ്പോഴും കലാവേദികളിൽ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നൃത്ത വിദ്യാലയമാണ് അമൃതവർഷിണി നൃത്തവിദ്യാലയം. ടീച്ചർ ഇപ്പോൾ സ്വന്തം ശാരീരിക അവസ്ഥ മറന്നുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരം അവരുടെ അരങ്ങേറ്റം ഈ സമയബന്ധിതമായി നടത്തണമെന്നുള്ളത് കൊണ്ട് ഇപ്പോഴും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സ്ത്രീകളുടെ ശാരീരിക അറിയാൻ ടീച്ചർ എനിക്ക് തോന്നുന്നു പ്രസവം അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ആ സമയത്ത് പോലും ഒരു മാസം മാറ്റി വയ്ക്കാതെ കുഞ്ഞുങ്ങളുടെ ആ അരങ്ങേറ്റം നടത്തണം എന്നുള്ളൊരു മോഹത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഏതായാലും ടീച്ചർ അതിനകത്ത് കാണിക്കുന്ന ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഇനിയും നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ളൊരു പ്രോത്സാഹനമായി ഇതിനെ കാണണം. ഈ അരങ്ങേറ്റത്തോടൊപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന കഴിവുകൾ നന്നായി നിരന്തരമായി നമ്മളുടെ പരിശീലനം കൊണ്ട് മാത്രമേ ഇത് നന്നായി പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ അരങ്ങേറ്റം മാത്രം നടത്തി അത് ഡാൻസ് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാതെ നിങ്ങൾ കിട്ടുന്ന ഓരോ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൃതവർഷിണി നൃത്തവിദ്യാലയത്തിൻ്റെ അരങ്ങേറ്റങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ നിറഞ്ഞ സദസ്സിൽ ധാരാളം വിദ്യാർത്ഥികളുമായി നടത്തുവാൻ അവസരം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമൃതവർഷിണി നൃത്തവിദ്യാലയത്തിൽ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികൾക്ക് മൊമെൻ്റം നൽകാനായി മാമിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങാനായി കുട്ടികളെയും ക്ഷണിക്കുകയാണ്. ആദ്യമായി അനാമിക AJ. അനാമിക AJ. കുമാരി അനഘ ആനന്ദ്. അനഘ ആനന്ദ്. കുമാരി അനന്യ A. കുമാരി ഭവ്യ R. കുമാരി ഭുവന AS. ശ്രീമതി കൃഷ്ണശ്രീ S. കുമാരി റിയ S. പ്രശാന്ത്. കുമാരി റീമ S. പ്രശാന്ത്. കുമാരി സഞ്ജന AJ. കുമാരി സായി നേത്ര ശങ്കർ. കുമാരി വർഷ ഗണേഷ് കുമാർ. താങ്ക് യു മാം. പ്രിയമുള്ളവരെ, ശ്രീമതി കലാമണ്ഡലം സാവിത്രി അരവിന്ദൻ്റെ നൃത്തവിദ്യാലയമായ അമൃതവർഷിണി നൃത്തവിദ്യാലയത്തിൻ്റെ 10ാമത്തെ ഈ പൊരുന്ന പ്രതിഭകളുടെ ആദ്യത്തെ അരങ്ങേറ്റം നടക്കുന്ന ഈ വേളയിൽ എൻ്റെ കർത്തവ്യം കൃതജ്ഞത നേരുക എന്നതാണ്. ഈ വേദിയിൽ അരങ്ങേറുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് ഇത് നിർവഹിക്കാൻ അതീതമായ സന്തോഷമുണ്ട്. ആദ്യമായി ശ്രീമതി അഡ്വക്കേറ്റ് രാഖി രവികുമാർ അവർക്കാണ്. തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ കൂടിയായ അവർക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുവാൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ സന്മനസ് കാട്ടിയ
ശ്രീമതി രാഖി രവിക്ക് അമൃതവർഷിണി വിദ്യാലയത്തിൻ്റെ പേരിലും സ്വന്തം പേരിലുമുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ശ്രീമതി സാവിത്രി അരവൻ വളരെ ചിട്ടയായ രീതിയിൽ തന്നെ നൃത്തം പഠിക്കുകയും വേണം എന്ന കാര്യത്തിൽ നിർബന്ധം പുലർത്തുന്ന ആളാണ് ടീച്ചർ. തുടർന്നും അമൃതവർഷിണിയും നൃത്തവിദ്യാലയവും സാവിത്രി ടീച്ചറും വളർച്ചയുടെ പടവുകൾ താണ്ടി ഉയരങ്ങളിലേക്ക് എത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അരങ്ങേറ്റത്തിന് തയ്യാറാക്കുവാനും വേണ്ടി കഴിഞ്ഞ 2 മാസങ്ങളായി അശ്രാന്ത പരിശ്രമം നടത്തിയ സാവിത്രി ടീച്ചർക്ക് ഞങ്ങൾ എല്ലാ രക്ഷിതാക്കളുടെ പേരിലും സ്വന്തം പേരിലുമുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പ്രത്യേക ക്ഷണിതാവ് ശ്രീമതി പ്രിയ ബാലൻ മാഡം എത്തിയിട്ടില്ല. എത്താമെന്ന് പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് പ്രശസ്തമായ വിദ്യാലയത്തിൽ കല്യാൺ സ്കൂളിൻ്റെ CEO-യും PRS കുടുംബാംഗവും കൂടിയാണ് അവർ. ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ പോലും അമൃതവർഷിണി വിദ്യാലയത്തിൻ്റെ പേരിലും സ്വന്തം പേരിലുമുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പരിപാടി ഗംഭീരമാക്കുവാനും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഈ അരങ്ങേറ്റം ഭംഗിയാക്കാൻ ആഗ്രഹിച്ച് അതിന് കവിഞ്ഞ സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാ രക്ഷിതാക്കൾക്കും അമൃതവർഷിണി വിദ്യാലയത്തിൻ്റെ പേരിലും ഉള്ള പ്രത്യേക കടപ്പാട് കൃതജ്ഞതയിൽ നേടുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടാതെ പക്കമേളക്കാരായ നട്ടുവാക്കം ശ്രീമതി സാവിത്രി അരവിന്ദ്, വായ്പാട്ട് ശ്രീ കലാമണ്ഡലം കാർത്തികേയൻ, മൃദംഗം ശ്രീ കലാമണ്ഡലം കിരൺ ഗോപിനാഥ്, വയലിൻ ശ്രീ സുരേഷ് നമ്പൂതിരി, മേക്കപ്പ് ശ്രീ രാജീവ് ലാൽ ആറ്റിങ്ങൽ, വേഷവിധാനം ഫാഷൻ ഡിസൈൻസ് കാലിക്കറ്റ്, സൗണ്ട് ആൻഡ് ലൈറ്റ് RR സൗണ്ട്സ് മേട്ടുകട, ഫോട്ടോ ആൻഡ് വീഡിയോ ചെമ്പകശ്ശേരി സ്റ്റുഡിയോ എന്നിവർക്കും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അമൃതവർഷിണി നൃത്തവിദ്യാലയത്തിൻ്റെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി അഡ്വക്കേറ്റ് രാഖി രവികുമാറിനെയും നൽകുന്നതിനായി ശ്രീമതി കലാമണ്ഡലം സാവിത്രി അരവിന്ദിനെയും ക്ഷണിച്ചു.
श्री गणेश चरण श्री गणेश चरण श्री गणेश चरण गजानन श्री गणेश चरण गजानन श्री गणेश
Baba
Bye.
ശ്രീ